ഉത്തർപ്രദേശ് എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും നരകതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരുടെ കണക്കെടുത്താൽ അതും ഉത്തർപ്രദേശിലാണ്. ഭരണത്തിൻ്റെ ഒരു നിലയ്ക്കുമുള്ള സ്പർശമേൽക്കാത്ത, വികസനത്തിൻ്റെ ഒരു സ്പർശവും ഏൽക്കാത്ത എത്രയോ ഗ്രാമങ്ങൾ ഈ പറയുന്ന ഉത്തർപ്രദേശിലുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കാരണം എന്താണ്? ഇതിങ്ങനെ കിടക്കുകയാണ് ബ്രഹ്മാണ്ഡം പോലെ. അതിനകത്ത് ഭരണത്തിൻ്റെ കണ്ണുകൾ എത്തുക എന്ന് പറയുന്നത് തന്നെ പല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസുകാരുടെയൊക്കെ പ്രാദേശിക ഭരണം പോലെ അവർ കൊണ്ട് കിടക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ കണ്ണ് എത്തുന്നില്ല അവിടെ. അത്രയും വലുതാണ്, അത്രയും സങ്കീർണമാണ്. അപ്പോൾ ഉത്തർപ്രദേശ് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം മൂന്നോ നാലോ സംസ്ഥാനമായിട്ട് വിഭജിക്കാൻ മാത്രമുള്ള വലിപ്പമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ വലിപ്പം കൂടുന്തോറും അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആവില്ല, അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ന്യായമായിട്ടുള്ള ആവശ്യമാണല്ലോ. ന്യായമായിട്ടുള്ള ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ ജില്ലകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും പുതിയ പുതിയ ജില്ലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭരണപരമായ സൗകര്യത്തിന്. അത് നമ്മളിവിടെ ഉന്നയിക്കുമ്പോൾ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ദൗസായി പറഞ്ഞൊരു പോയിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യത്തെ അതിൻ്റെ മെറിറ്റോറിയസ് പരിശോധന നടത്താൻ ഒരാൾക്കും ധൈര്യമില്ല. മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ ആ ജില്ലയ്ക്ക് ഉണ്ടല്ലോ, ആ സ്ഥലത്തിനുണ്ട് പ്രത്യേകത. അപ്പോൾ അതും പരിശോധിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം അത് മുസ്ലിം ഡിമാൻഡ് എന്തോ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ തന്നെ മലപ്പുറം എന്നുള്ള പേരിനെ ഇങ്ങനെ എന്താ പറയുന്നത് വട്ടമിട്ട് വെച്ചിരിക്കുകയാണല്ലോ. മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് അടുത്ത് നിന്ന് കള്ളക്കേസിൽ പിടിച്ചു എന്നൊക്കെയുള്ള സംഗതികൾ പറയാൻ ആൾക്കാർക്ക് മടിയില്ലാത്ത തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അവിടുത്തെ ഒരു ഡെമോഗ്രഫിയാണ് ഇഷ്യൂ. അതിനപ്പുറം പോയാൽ ജില്ലാ വിഭജനം ഒരു ന്യായമായ ആവശ്യമാണെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ. കേരളം ഉണ്ടാക്കിയപ്പോൾ ഈ 14 ജില്ല ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കൂട്ടിച്ചേർത്തല്ലേ ഇത്രയും. സോ അത് പരിഗണിക്കാനും അല്ലെങ്കിൽ അത് പരിശോധിക്കാനും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കാനുള്ള ആർജവും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, ജില്ലാ വിഭജനത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഒരു ജില്ലാ വിഭജന ആവശ്യം മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും തോന്നുന്നു.